ഓർഡർ. റൂൾ 50 അടിയന്തര പ്രമേയം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയ കാരണം കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ മുതുകാട് വളയത്ത് ജോസഫ് ആത്മഹത്യ ചെയ്തതുമൂലം ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന പ്രമേയം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ PC വിഷ്ണുനാഥ്, KPA മജീദ്, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി. സർ, സംസ്ഥാനത്തെ പാവങ്ങൾക്ക് അർഹതപ്പെട്ട പെൻഷൻ മുടങ്ങിയിട്ട് 5 മാസമായി എന്നാണ് നോട്ടീസിൽ ആരോപിച്ചിരിക്കുന്നത്. എല്ലാ സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും പെൻഷൻ കൊടുക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കാണ് സർക്കാർ ആദ്യ മുൻഗണന നൽകിയിട്ടുള്ളത്. ഡിസംബറിൽ 1 മാസത്തെ പെൻഷൻ നൽകി, നവംബറിലും 1 മാസത്തെ പെൻഷൻ നൽകിയിരുന്നു. ആഗസ്റ്റിൽ ഓണത്തിന്റെ സമയത്ത് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ചാണ് സർ ഇദ്ദേഹം ഉൾപ്പെടെ എല്ലാവർക്കും കിട്ടിയിരുന്നത്. സർ, പേരാമ്പ്ര മുതുകാട് ഭിന്നശേഷിക്കാരനായ ശ്രീ വളയത്ത് ജോസഫ് ജനുവരി 23-നാണ് ആത്മഹത്യ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വേർപാട് നമുക്കെല്ലാം ദുഃഖകരമായ ഒരു കാര്യമാണ്. ക്ഷേമ പെൻഷൻ നൽകാത്തതിനാൽ ആത്മഹത്യ ചെയ്തു എന്നാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. നമസ്കാരം. VSP മീഡിയയുടെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് ജനുവരി മാസം ഉൾപ്പെടെ 5 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് കുടിശ്ശികയായിട്ടുള്ളത്. ഏകദേശം 8000 രൂപയാണ് ഓരോ ഗുണഭോക്താവിൻ്റെയും അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരേണ്ടത്. പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് ഒരു ഗുണഭോക്താവ് കഴിഞ്ഞ മാസം മരണമടഞ്ഞ വിവരം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ്. പെൻഷൻ കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് ഒട്ടേറെ സംഘടനകളും മറ്റും ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. പെൻഷൻ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് തുക കുടിശ്ശികയായത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. എത്രയും പെട്ടെന്ന് കുടിശ്ശിക തീർക്കണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം നിയമസഭയിൽ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. പെൻഷൻ വിതരണത്തെ പറ്റി മന്ത്രി പറയുന്നത് ഇങ്ങനെ: ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്ന് LDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു. ഇത് നടപ്പാക്കുന്നില്ല. നിലവിലെ പെൻഷൻ പോലും നൽകിയിട്ട് 5 മാസമായി. സർക്കാർ ഇപ്പോൾ തന്നെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ. പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് മന്ത്രി ഇങ്ങനെ ഉന്നയിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 18 മാസം പെൻഷൻ കുടിശ്ശികയായിരുന്നു. അന്ന് 600 രൂപ നൽകിയിരുന്നെങ്കിൽ ഇന്ന് 1600 രൂപ വീതം നൽകുന്നുണ്ട്. പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ 2500 രൂപയാക്കണമെന്നാണ് ആഗ്രഹം. 5 മാസത്തെ പെൻഷൻ കൊടുക്കാത്തതിനാൽ ഒരാൾ ആത്മഹത്യ ചെയ്തെന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം അറിയാൻ ഇടയായി. പക്ഷേ അദ്ദേഹം പെൻഷൻ ആവശ്യപ്പെട്ട് നവംബറിലാണ് കത്തെഴുതിയത്. 1 മാസത്തെ പെൻഷൻ നൽകാൻ 90 കോടി രൂപയാണ് വേണ്ടത്.